കാണാതെ സ്പേസ് എക്സിന്റെ സ്റ്റാർഷിപ്പ് പ്രോഗ്രാം. ചൊവ്വാഴ്ച നടന്ന പരീക്ഷണ വിക്ഷേപണം പരാജയപ്പെട്ടതിനെ തുടർന്ന് ബഹിരാകാശ പേടകം നിയന്ത്രണം വിട്ട് ചിന്നിച്ചിതറി. തെക്കൻ ടെക്സാസിലെ സ്റ്റാർ ബേസിൽ നിന്നായിരുന്നു 9ാമത്തെ വിക്ഷേപണം. ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കുമുള്ള ബഹിരാകാശ ദൌത്യങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തതാണ് വാഹനം. മോക്ക് സാറ്റലൈറ്റുകൾ പുറത്തിറക്കുന്നതും ഭൂമിയിലേക്ക് തിരികെ പ്രവേശിക്കുമ്പോൾ അതിന്റെ താപകവചം പരിശോധിക്കുന്നതും ഉൾപ്പെടെയുള്ള പ്രധാന നാഴികക്കല്ലുകൾ ഈ പരീക്ഷണത്തിൽ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ പിന്നാലെ പദ്ധതിക്ക് തിരിച്ചടികൾ നേരിടേണ്ടി വന്നു. ഡോർ തകരാറിലായതിനാൽ മോക്ക് സാറ്റലൈറ്റ് വിക്ഷേപിക്കാൻ കഴിഞ്ഞില്ല. പേലോഡ് ഡോർ പൂർണ്ണമായി തുറക്കാൻ സാധിക്കാതെ വന്നതായിരുന്നു ആദ്യത്തെ പ്രശ്നം. ഇതോടെ 8 മോക്ക് സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങൾ പുറത്തിറക്കാനായില്ല. അതിനിടെ ബഹിരാകാശ പേടകത്തിന്റെ നിയന്ത്രണം വിട്ട് കറങ്ങാൻ തുടങ്ങി. ഇത് ഇന്ധന ചോർച്ചയുടെ സൂചന നൽകിയെന്നാണ് സ്പേസ് എക്സ് ഉദ്യോഗസ്ഥർ പുറത്തുപറയുന്ന വിവരം. തകർന്നു വീഴും മുൻപ് നിയന്ത്രണവും ആശയവിനിമയവും നഷ്ടപ്പെട്ടു. തത്സമയ സംപ്രേഷണത്തിനിടെ സ്പേസ് എക്സ് കമന്റേറ്റർ തന്നെ ഇതു സംബന്ധിച്ച സൂചനകൾ നൽകുകയായിരുന്നു. അത് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് തിരികെ പ്രവേശിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പതിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അപ്രതീക്ഷിതമായി പൊട്ടിത്തെറിച്ചു. സംഭവത്തിന് ശേഷം ഭാവി പദ്ധതികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നാണ് സ്പേസ് എക്സ് വ്യക്തമാക്കിയിട്ടുള്ളത്. അടുത്ത ദൌത്യത്തിന് തയ്യാറെടുക്കാൻ ഫ്ലൈറ്റ് ഡാറ്റ വിശകലനം ചെയ്യുമെന്നും കമ്പനി അറിയിച്ചിട്ടുണ്ട്. Subscribe to One India and never miss an update.